സന്തോഷത്തോടെ ഇരുകരങ്ങളും ചേർത്തടിച്ച് കർത്താവിനെ മഹത്വം കരയേറ്റിയാട്ടെ. ഹല്ലേലൂയ. അല്പനിമിഷം ആത്മാവിന്റെ ശക്തിയോടെ അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഉടകമന ഹതരജൂഡം ജനാധികാരകൾ ഖമനകരകതെ അന്ധകാരത്തിന്റെ തേർവാഴ്ചകൾ ഈ രാത്രികാലം ഉടഞ്ഞു പോകട്ടെ. റിഖബരദന ജനം ജുനാധികാരകൾ ഖമനകരകതാരകതെ. ഇങ്ങനെ ഒരു ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുന്ന ഈ ഒരു കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം ശ്രേഷ്ഠ ദേവദാസനെ കർത്താവ് നൽകി കൊടുത്തിരിക്കുന്ന ആ വിലയേറിയ വെളിപ്പാടിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കി തന്ന കർത്താവിനെ നന്ദി കരയേറ്റുന്നു. അതുപോലെ തന്നെ വേദിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസന്മാർ, ഈ മീറ്റിംഗ് നടത്തുന്ന കർത്താവിൻ്റെ ദാസൻ, എവിടെയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജീവനുള്ള ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. മരിച്ചു മൺമറഞ്ഞു പോയ ഒരു കെട്ടുകഥയായ ഒരു ദൈവത്തെയല്ല, ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. കരയുന്നവന്റെ കണ്ണുനീർ കണ്ട് അവന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അവന്റെ ഭാരങ്ങളെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ജീവിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. അല്പനിമിഷം കരങ്ങളെ തട്ടി ആ പരിശുദ്ധനായ ദൈവത്തിന് നന്ദി കരയേറ്റിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ദേഹം, ദേഹി, ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ അളവ് കൂടാതെ പകർന്നു തരുന്ന ഒരു ജീവനുള്ള ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നാൾതോറും നിന്റെ ഭാരങ്ങളെ ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ജീവിക്കുന്ന ദൈവത്തെ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ ദൈവത്തെ ആരാധിക്കാൻ സാധിച്ചത്? ഹല്ലേലൂയ. അനേകർക്ക് കിട്ടാത്തൊരു മഹാഭാഗ്യമാണ് സ്വർഗത്തിലെ തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും നൽകി തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഇവിടെ വെറുതെ കടന്നു വന്നതല്ല. തമ്പുരാൻ നമ്മെ കൂട്ടിച്ചേർത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 2025 അവസാന നാളുകളിലേക്ക് നാം എത്തി നിൽക്കുമ്പോൾ ചില വിടുതലുകൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ തരുവാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമ്മെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. എന്റെ കർത്താവിനെ വിടുവിക്കുന്ന ദൈവമാണ് ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം. എന്റെ ഭാരങ്ങളെ ചുമന്ന്, ഹല്ലേലൂയ, എന്റെ ശാപങ്ങളെ ചുമന്ന് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി തകരപ്പെട്ടത് ഞാൻ ജീവനുള്ളവനായി, ശാപമില്ലാത്തവനായി, രോഗമില്ലാത്തവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിപ്പാനാണെന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. കാരണം ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. അല്പനിമിഷം എനിക്ക് നൽകി തന്ന സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തെ സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-ാം തിരുവചനം. 1-2 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 1-2 വേദഭാഗങ്ങൾ. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച്, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി, താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവൻ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായി അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട് മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇത് ഇസ്രായേൽ ഗൃഹത്തോട് പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരുന്ന, ഏറ്റവും തകർന്നുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തോട് സർവശക്തനായ ദൈവം നൽകിയ ഒരു ദൂതാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ഈ ദൂത് എന്നോടാണെന്ന് എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും? ഇന്ന് ഈ ദൂത് ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന എൻ്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം വെളിപ്പെട്ടിരിക്കുന്നത് ഈ ദൂത് എന്നോട് കൈമാറാൻ വേണ്ടിയിട്ടാണെന്ന് എത്ര ദൈവമക്കൾക്ക് വിശ്വാസത്തോടെ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ഈ ദൂത് ഇന്ന് രാത്രികാലം നിങ്ങളോടാണ്. ഹല്ലേലൂയ. വർഷങ്ങൾക്ക്, നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷിക്തനോട്, പ്രവാചകനോട് പറഞ്ഞത് ഇസ്രായേൽ ഗൃഹത്തോടാണെങ്കിൽ ഇന്ന് രാത്രികാലം ഈ ചലിക്കുന്ന ദൂത്, അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനം എന്നോടാണ്. ഹല്ലേലൂയ. ഏറ്റവും തകർന്നിരുന്ന അസ്ഥികൂമ്പാരങ്ങളുടെ നടുവിലൂടെ പ്രവാചകനെ സർവശക്തനായ ദൈവം ചുറ്റി നടക്കുമാറാക്കി. താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 7-ാം തിരുവചനത്തിൽ, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു മുഴക്കം കേട്ടു. ഹല്ലേലൂയ. ഈ വേദഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കാരണം
തകർന്നുകൊണ്ടിരുന്ന നശിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിലേക്ക് യഹോവയുടെ ആത്മാവ് അഭിഷിക്തനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവിന്റെ ആത്മാവ് ചോദിക്കുകയാണ്, ഈ തകർന്നിരിക്കുന്ന, ഈ ഉണങ്ങിയിരിക്കുന്ന, ഈ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന, പ്രത്യാശയില്ലാതിരിക്കുന്ന ഈ അസ്ഥി കൂമ്പാരങ്ങൾ ജീവിക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്, ഏറ്റവും തകർന്നിരിക്കുന്ന, ബന്ധം വേർവിട്ട് കിടക്കുന്ന, ഹല്ലേലൂയ, ഏറ്റവും ഉണങ്ങിയിരിക്കുന്ന, ഇനി ഇതിനകത്ത് ഒരു പ്രത്യാശ ഇല്ല എന്ന് പറഞ്ഞ് ലോകം മാറ്റിയിട്ടിരിക്കുന്ന, നീ മാറ്റിയിട്ടിരിക്കുന്ന നിന്റെ വിഷയത്തിനകത്ത് ആ വിഷയം ഇനി ചലിക്കുമോ? ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന എന്റെ വിഷയം ചലിക്കുമോ? നിന്റെ വിഷയം ചലിക്കുമോ എന്ന് സർവശക്തനായ ദൈവം ചോദിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും, എന്റെ വിഷയം ചലിക്കും? ഹല്ലേലൂയ. എല്ലാവരും ഉണർവോടെ ഇരുന്നാട്ടെ. കാരണം നിങ്ങളുടെ വിഷയത്തിനകത്ത്, വൈദ്യശാസ്ത്രം മാറ്റിയിട്ടിരിക്കുന്ന വിഷയത്തിനകത്ത്, ലോകം മാറ്റിയിട്ടിരിക്കുന്ന വിഷയത്തിനകത്ത്, നീ തന്നെ മാറ്റിയിട്ടിരിക്കുന്നതിന്റെ വിഷയത്തിനകത്ത് ഇന്നൊരു ചലനം സംഭവിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ വിഷയത്തിനകത്ത് ഒരു ചലനം വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ ഏറ്റവും ഉണങ്ങിക്കിടന്ന, അസ്ഥിയോട് ബന്ധം വേർപെട്ട് കിടന്ന അസ്ഥി കൂമ്പാരങ്ങളെ നോക്കി സർവശക്തനായ ദൈവം ചോദിക്കുകയാണ്, ഈ അസ്ഥി കൂമ്പാരങ്ങൾ ജീവിക്കുമോ? ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യഹോവയുടെ ശ്വാസം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ അസ്ഥി കുംഭാരങ്ങളുടെ മേൽ വെളിപ്പെട്ടപ്പോൾ അവയ്ക്ക് ത്വക്ക് വന്നു, മാംസം വന്നു, അവരൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, ഒരു അസ്ഥി കഷ്ണം, ഒരു മനുഷ്യജീവന്റെ ആ അസ്ഥി, അത് അസ്ഥിയോടസ്ഥി ബന്ധം വേർപെട്ട് കിടക്കണമെങ്കിൽ ആ അസ്ഥി പൊടിഞ്ഞു തുടങ്ങിയ ആ ഒരു അനുഭവത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ആ അനുഭവത്തിൽ നിന്ന് നിൽക്കുന്ന ആ വ്യക്തിയുടെ ആ അസ്ഥി കൂമ്പാരങ്ങൾ ബന്ധം വേർപെട്ട് കിടക്കുന്ന നിലവാരത്തിൽ നിന്നും അതൊരു വ്യക്തിയുടെ ഒരു പൂർണ്ണ സ്ട്രക്ചറായി രൂപപ്പെടുകയും അതിനകത്ത് മാംസം വരികയും ത്വക്ക് വന്ന് പൊതിയുകയും അതിനകത്ത് നാഡീഞരമ്പുകൾ, ഹൃദയം, കണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ പാർട്സ് ഒക്കെ വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒറ്റ സെക്കൻഡ് കൊണ്ട് അത്ഭുതം സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര വലിയവനായ ദൈവമാണ്. കാരണം പൊടിഞ്ഞു തുടങ്ങിയ പ്രത്യാശ, ഇനി അതിനകത്തൊരു പ്രത്യാശയും ഇല്ല എന്ന് ആർക്കും ഒറ്റ നോട്ടത്തിൽ പറയാം, അതിനകത്തൊരു പ്രത്യാശയില്ല എന്ന്. എന്നാൽ തമ്പുരാന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അതിനകത്ത് ജീവൻ തുടിക്കുന്ന ഒരു സൈന്യമായി എഴുന്നേറ്റെങ്കിൽ ഇന്ന് രാത്രികാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട്, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയട്ടെ, പ്രത്യാശയ്ക്ക് ഭംഗം വന്നു കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവിനെ നീ വെൽക്കം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതിനകത്തുനിന്ന് ജീവൻ തുടിക്കുന്ന ഒരു സൈന്യം നിന്റെ കുടുംബത്തിനകത്ത് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള ദൂതൊക്കെ കേൾക്കുമ്പോൾ കരങ്ങൾ തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ചത് ഇങ്ങനെ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇങ്ങനത്തെ ദൂത് 2025 അവസാന ഭാഗത്ത് കേൾക്കുമ്പോൾ 2025 ആരംഭത്തിൽ കേട്ടു, ഇതിനകത്തൊരു പ്രത്യാശയില്ല, ഇതിനകത്തൊരു നന്മയില്ല എന്ന് പലരും വിധി എഴുതി ചിലതിന്റെ മേൽ. ഹല്ലേലൂയ. 2025 അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുമ്പോൾ തമ്പുരാൻ നിങ്ങളോട് അരുളി ചെയ്യുകയാണ്, അതിനകത്ത് ജീവൻ തുടിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഹല്ലേലൂയ മരിച്ചു 4 നാളായ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ കർത്താവ് വന്ന് നിന്നിട്ട് ഹല്ലേലൂയ മരിച്ചു 4 നാളായി നാറ്റം വെച്ചു തുടങ്ങി. ഹല്ലേലൂയ. തന്റെ ശരീരം മൊത്തം എന്ത് ചെയ്തു? ജീർണിക്കാൻ തുടങ്ങി. തന്റെ കണ്ണുകൾ